ഞങ്ങൾ ഇതൊന്ന് കൊഴുക്കട്ട ഉണ്ടാക്കാൻ വേണ്ടി റെഡി ആവുകയാണ് കേട്ടോ. അപ്പോൾ ഞാൻ മാവൊക്കെ കുഴച്ച് വെച്ചത് മേമയാണ്. പിന്നെ ഒരാൾ ഇതാ ശർക്കര റെഡിയാക്കുന്നുണ്ട്, ഒരാൾ തേങ്ങ ചിരവൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. പിന്നെ അതേ നമ്മളിതാ മാവ് എടുത്തിട്ട് ഓരോ ബൗൾസാക്കി വെക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ കറണ്ടില്ല, നമ്മൾ 4-5 ദിവസം മഴയായിട്ട് കറണ്ടൊക്കെ ഇല്ലാതെ നിന്നില്ലേന്നോ, ആ ഒരു ടൈമിലാണ് കേട്ടോ ഞങ്ങളിത് ഉണ്ടാക്കുന്നത്. പിന്നെ അതേ നമ്മൾ ശർക്കര ഉരുക്കാൻ വെച്ചു, അത് അരിച്ചതിന് ശേഷം വീണ്ടും ഒന്ന് വെച്ചിട്ടുണ്ട്. എന്നിട്ട് അതിലേക്ക് നമ്മൾ ചിരകി വെച്ച തേങ്ങയും പിന്നെ ഏലക്കായ ജീരകമൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ. ഇനി അത് നന്നായിട്ട് മിക്സ് ചെയ്ത് നല്ലതായിട്ട് വെന്തതിന് ശേഷം ഒരു 10 മിനിറ്റൊക്കെ വെക്കുക കേട്ടോ തേങ്ങ. എന്നിട്ട് നമ്മളിതാ നമ്മുടെ ഓരോ ബൗൾസ്, മാവിൻ്റെ ബൗൾസ് ഇങ്ങനെ പരത്തിയിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് ഈ ഫില്ല് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതേ എല്ലാ ബൗൾസിലും നമ്മൾ ഫില്ല് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് ഒലിച്ചിട്ടൊക്കെ ഉണ്ട്, പക്ഷേ കുഴപ്പമില്ല, ഞങ്ങൾ അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പക്ഷേ ഒലിച്ചതിനായിരുന്നു കേട്ടോ ടേസ്റ്റ് കൂടുതൽ. പിന്നെ ഞങ്ങളിതാ ഇഡ്ഡലി ചെമ്പിൽ നമ്മുടെ കൊഴുക്കട്ട ആവിയിൽ വേവിക്കാൻ വേണ്ടി വെച്ചു. ഒരു 10-15 മിനിറ്റ് വെച്ചതിന് ശേഷം നന്നായിട്ട് ആവിയൊക്കെ പോയി തുടങ്ങിയപ്പോൾ എടുത്തു കേട്ടോ. നല്ല അടിപൊളി ടേസ്റ്റ് ആയിരുന്നു. ആ ഒലിച്ചിറങ്ങിയത് പ്രത്യേക ഒരു ടേസ്റ്റ്.